ഹലോ ഹായ് കൂട്ടുകാരി, അത് മെനങ്ങാനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നു. അപ്പോൾ എൻ്റെ കഴുത്തൊക്കെ നല്ല ഉണങ്ങി നല്ല ഇതായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് കുളിക്കുന്നു, കുറച്ച് മൈലാഞ്ചിയൊക്കെ വാരിയിട്ടു. എനിക്കാണെങ്കിൽ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പോഴിതാ ഒരാൾ കോളേജിൽ നിന്ന് വന്ന് വിശക്കുന്നീന്ന് പറഞ്ഞ് പോയി കാലങ്ങയും കഴുകിയിട്ട് വന്ന് ചോറ് കഴിക്കാൻ പറഞ്ഞിട്ട് കഴിക്കത്തില്ല. അപ്പോൾ ഒരു ചപ്പാത്തി ഇരുന്നു, പിന്നെ അതോ മീൻ കറിയെ കൂട്ടി അതും കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഇങ്ങനെ ക്യാൻസർ പേഷ്യൻറ്റിന് പിരിവിനായിട്ട് 2 ചേട്ടന്മാർ വന്നായിരുന്നു കേട്ടോ. കുറച്ച് പ്രായമുള്ള 2 പേര് വന്നു. അപ്പോൾ ആ ചേച്ചിയെ കണ്ടപ്പോഴത്തേക്ക് ആ ചേച്ചിക്ക് രണ്ടാമത്തെ ഒക്കെ ക്യാൻസറൊക്കെ വന്ന് അത് കണ്ടപ്പോൾ എനിക്കങ്ങ് സങ്കടമായി. പക്ഷേ എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒക്കെ നമ്മളതിൽ 1 രൂപ പോലും കാണൂലല്ലോ. അത് പറഞ്ഞാൽ കേട്ടോ അവർ വിശ്വസിക്കത്തതുമില്ല. സത്യമല്ലേ, നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞാലൊന്നും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് എന്തെല്ലാം കഥകളാലേ നമുക്കുണ്ടത്. അത് പോട്ടെ. അപ്പോഴും ഞാൻ എന്തായത് പെട്ടെന്ന് തന്നെ എനിക്ക് ഓർമ്മ വന്നു, വഞ്ചിയിൽ നമ്മൾ പൈസ ഇട്ട് കൂട്ടി ഞാൻ ഒരു ദിവസം കാണിച്ചില്ലായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അത് പൊട്ടിച്ചു കേട്ടോ. എനിക്കങ്ങ് എന്തോ ഒരു സങ്കടം. അപ്പോൾ ഞാൻ ചോദിച്ചു ചില്ലറ തന്നാൽ എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം അവർക്ക് മനസ്സിലായില്ല. ഞാൻ വാരിക്കൊണ്ട് കൊടുത്തപ്പോഴേക്ക് അവർക്ക് മനസ്സിലായി വഞ്ചി പൊട്ടിച്ചാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ വേറെ ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്ക് അവരുടെ അടുത്ത് പിന്നെ എൻ്റെ കഥകൾ പറയേണ്ടി വന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാനും ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. രണ്ടാമത്തെ സർജറി കഴിഞ്ഞെങ്കിലും ദൈവം എൻ്റോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ടെസ്റ്റിലൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇനി 3ാമത്തെ സർജറിക്ക് ഒരുങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് പറഞ്ഞു അയ്യോ വേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിറഞ്ഞ മനസ്സോടെ തരുന്ന നമുക്ക് എന്ത് കാര്യവും ഒരു സന്തോഷമില്ല. ഞാൻ സന്തോഷത്തോടെയാണ് കൊടുത്തത് കേട്ടോ. നമുക്ക് അങ്ങനെ വഞ്ചിയിട്ട് നിറച്ച് ഓരോ ആവശ്യങ്ങൾക്ക് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് തന്നെ വെച്ചത്. അപ്പോൾ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അവർക്ക് കൊടുത്തുകൊണ്ട് നിന്നപ്പോൾ ഒരു പയ്യൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ ഇടയ്ക്ക് അടുത്ത കടയിൽ ഒന്ന് ബിസ്ക്കറ്റ് മേടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വഞ്ചി പൊട്ടിച്ച പൈസ കയ്യിലുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു ചന്നത്തിരിയും ബിസ്ക്കറ്റും ഒക്കെ അപ്പോൾ പറഞ്ഞ് കണ്ടു വന്ന കഥ എന്തെന്ന് വെച്ചാൽ ഒരു പയ്യൻ വന്നു കേട്ടോ. അപ്പോൾ ഇവരിവിടെ നിൽപ്പുണ്ട്, ഇവരിങ്ങനെ പൈസ എണ്ണിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞ് മാനേജർ ആവണോ ചേച്ചി, ഇതിൽ നിന്നൊരു കച്ചവടം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എളുപ്പം തന്നെ ഈ വഞ്ചി പൊട്ടിച്ചതിൽ നിന്ന് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഒരു ലിക്വിഡ് മേടിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അവനും അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ കടയിൽ പോയി അതൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ വന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ലേ, ചിലവ് നമ്മൾ കുറേ കാലമായി വെക്കണം. പിന്നെ ഞാൻ ചപ്പാത്തി കുലിച്ച് അതങ്ങ് ഫിറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ചേട്ടന് ഭയങ്കര പടാ തിരുവാൻ, ഷോൾഡർ പെയിൻ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ തിരുവാറേ ഇല്ല. ചേട്ടന് പൂളി എടുക്കുന്ന എളുപ്പം. എങ്കിലും ഞാൻ പറഞ്ഞെടുത്തു. അപ്പോൾ ഇത് സിന്ധുജിയുടെ പാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ അവൾ കുറച്ച് ബിരിയാണി തന്നായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച പാത്രങ്ങൾ മേടിച്ചത്. അപ്പോൾ എനിക്ക് 3 അവൾക്ക് 3. ഞാൻ പറഞ്ഞില്ലേ വഞ്ചി പൊട്ടിച്ചു, അതിൻ്റെ കഥ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഒരു 500 രൂപയോളം ചില്ലറകളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ കുറച്ചിങ്ങനെ വാരിക്കൊണ്ട് കൊടുത്തപ്പോൾ അതൊരു 150 രൂപയുടെ പുറത്തുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എത്ര തന്നാൽ അത്രയും എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതെത്ര അവരൊന്ന് വേണ്ട 150 മതി എന്ന് പറഞ്ഞിട്ട് അവർ രസീത് എഴുതി തന്ന് അവർ കൊണ്ടുപോയപ്പോൾ പിന്നെ ഈ പയ്യൻ്റെ ഇത് മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് സന്ധ്യയായപ്പോൾ ഒരു അമ്മ വരുന്നു കേട്ടോ. മോളെ ഒരു 2 കവറും കൂടെ ഉള്ളൂ, ഇനി നടക്കാൻ വയ്യ. അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മളതിന് എന്തായാലും വഞ്ചി പൊട്ടിച്ച പൈസ ഉണ്ടല്ലോ. അങ്ങനെ 50 രൂപ എടുത്ത് അതും ഒരു ഉണ്ണിയപ്പോൾ വേണമായിട്ട് മേടിച്ചല്ല കേട്ടോ. ഒരമ്മ വന്നിങ്ങനെ പറയുമ്പം എനിക്കങ്ങനെയാണ് കേട്ടോ. നമ്മളെ സങ്കടം എന്താ പറയുന്നത്, നമ്മൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടായിരിക്കും. മറ്റുള്ളവർ പറയുമ്പോൾ പെട്ടെന്ന് കയറി അങ്ങ് സങ്കടം വരും. അതങ്ങനെയാണ് കേട്ടോ. അല്ലാതെ അനുഭവിക്കാത്തടത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഞാൻ അതത്രയും മേടിച്ച കഥയാണ് ഇന്നത്തെ എൻ്റെ കഥ. അങ്ങനെ അവിടെ ഇരുന്ന് പിന്നെ ഉണ്ണിയപ്പമൊക്കെ കഴിച്ചു നോക്കി. എങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന പോലെയൊന്നും അല്ല കേട്ടോ. ടേസ്റ്റൊക്കെ വേറെ വ്യത്യാസമൊക്കെ തന്നെയാണെങ്കിലും കുഴപ്പമില്ല. ആ അമ്മയ്ക്കൊരു സഹായം ഞാൻ അത്രയും ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അങ്ങനെ അത്ര നല്ല നല്ല മനസ്സൊന്നുമല്ല, എങ്കിലും ഞാൻ പറഞ്ഞതാണ്. എനിക്കങ്ങനെ ആരെങ്കിലും സങ്കടപ്പെടുന്നത് കണ്ടാൽ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. നമ്മൾ ഒരുപാട് സങ്കടങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് കൊണ്ടായിരിക്കാം. അതൊക്കെ പോട്ടെ, അതൊക്കെ എന്താ പറയുന്നത്, അതിൻ്റെ വഴിയിൽ ഇങ്ങനെ വരുത്തും. അപ്പോൾ ദൈവം അവർക്കൊക്കെ ആയിട്ട് വിധിച്ച് വെച്ചതായിരിക്കും എൻ്റെ വഞ്ചി അല്ലേ. ഞാൻ എന്നാലും ഒരു വഞ്ചിയിൽ വീണ്ടും കൂട്ടുന്നുണ്ട് കേട്ടോ. അത് ആർക്കാന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാമല്ലോ എന്തായാലും, അല്ലെങ്കിൽ നമുക്കതിന് ഉപകരിക്കുമല്ലോ വെച്ചിട്ട്. ഓരോരോ ഇട്ടാലും സത്യം പറഞ്ഞാൽ നമ്മുടെ എണ്ണപ്പം ഇത്രയും ഉണ്ടെന്നൊരു പ്രതീക്ഷ പോലും കാണത്തില്ല കേട്ടോ. അങ്ങനെ ഞാനും പിന്നെ മോക്കും കൂടെ കുറച്ച് ഉണ്ണിയപ്പം കൊടുത്തു. മോക്ക് അങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, ഒരുപാട് എണ്ണ കുടിച്ചേക്കുന്നു, മധുരവും കുറവായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ കഴിച്ചു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഓമൻ ചേച്ചി കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ട്. ഓമൻ ചേച്ചി അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വരും. 3-4 ദിവസം കൂടെ ഓമൻ ചേച്ചി അങ്ങനെ ആയിട്ട് എന്നെ കാണാനായിട്ട് വരും. അപ്പോൾ ഇല്ല, കാണാതിരുന്നപ്പോൾ എനിക്കൊന്ന് നമുക്കങ്ങനെ ഉണ്ടോ, നമ്മളോട് സ്നേഹമുള്ളവരിങ്ങനെ നമ്മളെ കാണാൻ വന്നിട്ട് പിന്നെ കുറച്ച് ദിവസം കാണാതിരിക്കുമ്പോൾ ഒരു വിഷമമില്ല. അങ്ങനെ ഞാൻ പിന്നെ അങ്ങോട്ട് പോയി നോക്കാൻ മോളേ എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ഓമൻ ചേച്ചിക്ക് വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് അപ്പോൾ ഞാൻ വഴി കാണിച്ചു തരാം. നമ്മൾ വലത്തോട്ട് പോകുന്നത് റോഡിലോട്ടും ഇടത്തോട്ട് പോകുന്നത് ഓമൻ ചേച്ചിയുടെ വീട്ടിലോട്ടും കേട്ടോ. നേരെ ചെന്ന് മുട്ടുന്നത് തന്നെ ഓമൻ ചേച്ചിയുടെ വീട്. അവിടെ ചെന്നപ്പോൾ ഓമൻ ചേച്ചി ഭയങ്കര ശ്വാസം മുട്ടായിരുന്നു. അപ്പോൾ സന്ധ്യാവാറായിട്ടോ ഞങ്ങളങ്ങോട്ട് പോയപ്പോഴത്തേക്ക്. അപ്പോൾ ചേട്ടൻ വരാറായി. ഞാൻ പിന്നെ കുറച്ച് സമയം പിന്നെ ചേച്ചിയുടെ അസുഖമൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കത്തിയൊക്കെ വെച്ചുകൊണ്ട് വന്നു. അപ്പോൾ പിന്നെ ചേട്ടൻ വന്നതുകൊണ്ട് പിന്നെ സന്ധ്യ വരെ അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഓക്കെ.